ഹലോ, നിഷാദാണ്. നമ്മളപ്പോൾ നമ്മുടെ പുതിയ ക്ലാസ് പാർട്ട് 10 ചാപ്റ്റർ 1 പാർട്ട് 10 സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൽ നമ്മൾ ഒരു അജണ്ട എന്ന് പറയുന്നത് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ മാക്സിമം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ ഫ്ലഡ്ജ് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നേരെ ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഫ്രം ദ ഫോളോയിങ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് മെജസ്റ്റിക് ക്ലബ്ബ് കാലിക്കറ്റ് ഫോർ ദ ഇയർ എൻഡിങ് 31 ഡിസംബർ 2013. അതിന്ന് അതായത് ഇനി ആ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നോക്കുക. ബാലൻസ്, സബ്സ്ക്രിപ്ഷൻ, റെസിപ്റ്റ് സൈഡിൽ ഇൻട്രസ്റ്റ്, ഡൊണേഷൻ, ജനറൽ പർപ്പസ്, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട്, മിസ്ലേനിയസ് റെസിപ്റ്റ്, സെയിൽ ഓഫ് ഗ്രാസ്, പേയ്മെൻറ്റ് സൈഡ്, റെൻറ്റ്, സാലറി, സൺഡറി എക്സ്പെൻസസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ്ഡ്, ന്യൂസ് പേപ്പർ, സ്പോർട്സ് എക്യുപ്മെൻറ്റ്, ബാലൻസ് ക്യാരിഡ് ഔട്ട്. ഇത്രയും ഡീറ്റെയിൽ ആണ്. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ഒക്കെ തന്നിട്ടുണ്ട്. ഇത് 31 എൻഡിലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നതാണ്. നോർമലി ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്ന ഒരു ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവാറില്ല, മുൻ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാവാറില്ല. മുൻ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഇല്ല എങ്കിൽ തന്നെ നമുക്ക് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ഡാറ്റ ഉണ്ടാവാറില്ല. ഇതാണ് സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനുള്ള പ്രത്യേകത. അതുകൊണ്ട് അപ്പോൾ ഇവിടെയുള്ള മെയിൻ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഫണ്ട് എങ്ങനെ കണ്ടെത്തിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതും പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഡീറ്റെയിൽ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻ്റെ ബാക്കി ഭാഗത്തേക്ക് കിടക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012 were rupees 4,500 and at the end of 2013 were 6,500. Salary outstanding at the end of 2012 and at the end of 2013 were 2,500 and 4,000 റെസ്പെക്റ്റീവ്ലി. അതായത് സബ്സ്ക്രിപ്ഷന് 2012 4,500 ഉണ്ട്, 2013 എൻഡിൽ 6,500 ഉണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് 2012 എൻഡിൽ 2,500ഉം 2013 എൻഡിൽ 4,000 ഉണ്ട്. ഇനി അടുത്ത ഡാറ്റ പറയുന്നത് എന്താണ്? On 31st December 2012, the club had investment worth 20,000, furniture 12,000 and sports equipment valued at 40,000. അത് നമ്മുടെ അസറ്റിൻ്റെ ഡാറ്റയാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ കൊടുക്കേണ്ട അസറ്റിൻ്റെ ഡാറ്റയാണ്. അതായത് 2012 ഡിസംബറിൽ മാർച്ച് 31 എന്താണ് നമ്മുടെ അസറ്റിൻ്റെ ഡീറ്റെയിൽ ആണ്. അത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ വേണ്ട ഡാറ്റയാണ്. ക്ലോസിങ്ങിലും നമുക്ക് എന്ത് ചെയ്യും, ആവശ്യം വരും ചില അഡ്ജസ്റ്റ്മെൻറ്റുകളോട് കൂടെ. നമ്മോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഭാഗത്താണ് പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ആ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും തന്നിട്ടുള്ള ബാക്കിയുള്ള ഡാറ്റയും വെച്ചിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കാൻ ഫോർ ദ ഇയർ എൻഡഡ് 31 ഡിസംബർ 2013 ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദ ഡേറ്റ്, ആ ഡേറ്റിൽ തന്നെയുള്ള ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനും ആഫ്റ്റർ ഡിപ്രീസിയേറ്റിംഗ് ഫർണിച്ചർ ബൈ 10% ആൻഡ് സ്പോർട്സ് എക്യുപ്മെൻറ്റ് ബൈ 20%. അപ്പോൾ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ഒരു ബാലൻസ് ഷീറ്റും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫർണിച്ചറിന് 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്പോർട്സ് എക്യുപ്മെൻറ്റിന് 20% ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മളെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എന്തൊക്കെയാണോ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ളത് അത് പ്രത്യേകം റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സബ്സ്ക്രിപ്ഷൻ്റെ എന്തുണ്ട്, ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സബ്സ്ക്രിപ്ഷൻസിനാണ്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്രത്യേകം സബ്സ്ക്രിപ്ഷൻ എന്തെങ്കിലും ഒരു ടിക്കൊക്കെ കൊടുക്കുക. അതുപോലെ അടുത്തതുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്, അടുത്തതുള്ള സാലറീൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ സാലറിക്കും വരെ എന്ത് ചെയ്യുക, ടിക്ക് കൊടുക്കുക. പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത് നമുക്ക് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ വർഷം ഓപ്പണിങ്ങിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതെന്താണ്, കഴിഞ്ഞ വർഷം ക്ലോസിങ്ങിൽ കുറച്ച് എമൗണ്ട് ഉണ്ട്. അതായത് ഈ വർഷം ഓപ്പണിങ്ങിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ കാണുന്നുണ്ട്. അതേ ടൈമിൽ നമ്മുടെ ഇവിടെയും എന്തുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് പേയ്മെൻറ്റ് സൈഡിൽ 25,000 രൂപ, അതായത് നമ്മൾ പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവണേ. അതേപോലെ ഇനി ഒന്നും കൂടെ നോക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഫർണിച്ചറിൻ്റെ കാര്യത്തിൽ ഇവിടെ അഡീഷണൽ ഡാറ്റ ഒന്നുമില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ടിക്ക് നമ്മൾ പറഞ്ഞു. പിന്നെ ഉള്ളത് എന്താണ്, സ്പോർട്സ് എക്യുപ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ്. സ്പോർട്സ് എക്യുപ്മെൻറ്റും നമ്മൾ എടുത്തിട്ടുണ്ട്, പുതുതായിട്ട് വാങ്ങിയിട്ടുണ്ട് 30,000 രൂപ. അപ്പോൾ അതും നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിൽ കാണാനുള്ളതാണ്. നമുക്ക് എന്താണ് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്.
പിന്നെ അതിനുശേഷം ഡിപ്രീസിയേഷൻ്റെ കാര്യം പറയുന്നിടത്ത് ഡിപ്രീസിയേഷൻ സ്പോർട്സ് എക്യുപ്മെൻറ്റിൻ്റെ മേലിലുണ്ട്, ഫർണിച്ചറിൻ്റെ മേലിലുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യുക, സെപ്പറേറ്റ് എന്ത് ചെയ്യുക, കാണിച്ചു കൊടുക്കുക എത്രയാണ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള കാര്യം. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതാണ് എന്താണ് സാലറി കൊടുത്തു, ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെന്റ് ഡിപ്രീസിയേഷൻ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ സൊല്യൂഷനിലേക്ക് പോവുകയാണ്. സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഏരിയ നമ്മൾക്ക് പേയ്മെന്റ് ഏരിയ എടുക്കുക. കാരണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എക്സ്പെൻഡിച്ചർ സൈഡ് ആണല്ലോ ഫസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ നമുക്ക് റെന്റിന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ റെന്റിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അതിന്റെ ഫോർമാറ്റ് കൊടുക്കുക. ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ, ഇൻകം സൈഡ് ക്രെഡിറ്റ് സൈഡിലും, എന്നിട്ട് റെന്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, 10,500 കൊടുത്തിടുക. അതിനുശേഷം അടുത്ത കേസാണ് അടുത്തത് നമ്മുടെ ഉള്ളത് എന്ന് പറയുന്നത് സാലറിയാണ്. സാലറിക്ക് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാലറിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് പോയി നോക്കുക. സാലറി ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012 എൻഡിൽ, അതായത് 2013 ബിഗിനിങ്ങിൽ പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് 2013, അതായത് കറണ്ട് ഇയറിന്റെ എൻഡിലും എന്തുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അത് 2,500 ആൻഡ് 4,000 റെസ്പെക്റ്റീവ്ലി. നമ്മുടെ ഡീറ്റെയിൽ എന്താണ്, സാലറിൻ്റെ കാര്യത്തിൽ 2,500 2012 ഔട്ട്സ്റ്റാൻഡിങ്, 2013 എൻഡിൽ 4,000 ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ സാലറി നമ്മൾ 25,000 ആണ് എന്ത് പറഞ്ഞത്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലുള്ളത്. ആഡ് ചെയ്യാനുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസുകൾ, ലെസ് ചെയ്യാനുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് കറണ്ട് ഇയർ. കറണ്ട് ഇയറിൻ്റെ ബിഗിനിങ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തിൻ്റെ ലാസ്റ്റ് വർഷത്തിൻ്റെ എൻഡാണ്. ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ ഡാറ്റ കൃത്യമായിട്ട് എന്ത് ചെയ്യും, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ, അതായത് എക്സ്പെൻഡിച്ചർ സൈഡിൽ സാലറി, അത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ബാലൻസ് ആണ്. ബാക്കി രണ്ടും അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ബാലൻസ് ആണ്. ഇത്രയും ഡാറ്റ എടുത്തിട്ട് 26,500 രൂപ നമ്മൾ എന്ത് ചെയ്തു, എക്സ്പെൻഡിച്ചർ സൈഡിൽ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇനി നമുക്കുള്ളത് എന്താണ്, ഇനി അടുത്ത ഡാറ്റ എടുക്കാനുള്ള സൺട്രി എക്സ്പെൻസ് ആണ്. അതിന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് സൺട്രി എക്സ്പെൻസ് നമ്മളുടെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കൊണ്ടുവന്നു. പിന്നെ ഉള്ളത് ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ്ഡ് ആണ്. ഇൻവെസ്റ്റ്മെന്റിന്റെ ഡാറ്റ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, അതായത് അസറ്റ് വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പറഞ്ഞതാണ്. ഓൺലി റവന്യൂ ഐറ്റംസ് ആർ റെക്കോർഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ അതിന്റെ ഫീച്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെന്താണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റം റെക്കോർഡ് ചെയ്യുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ഒക്കെ വാങ്ങുമ്പോൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യൂല, പരിഗണിക്കൂല. നമ്മൾ തൽക്കാലം അസറ്റ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിന്റെ ട്രീറ്റ്മെന്റ് നോക്കാം. അതിന് അഡ്ജസ്റ്റ്മെന്റുകളും ഉണ്ട്. കഴിഞ്ഞ വർഷം ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞത് എന്താണ്, ഈ വർഷം പുതുതായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിയതാണ്. ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റിൽ നമ്മൾ അതിനൊരു പരിഗണന കൊടുക്കും. അടുത്തത് ന്യൂസ് പേപ്പർ ആണ് പറയുന്നത്. ന്യൂസ് പേപ്പറിന്റെ കാര്യം എന്താണ്, ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് 100 രൂപയാണ്. 1000 രൂപയാണ്. അത് നമ്മൾ ന്യൂസ് പേപ്പറിന്റെ എക്സ്പെൻഡിച്ചർ ആയിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അടുത്തത് എന്താണ്, സ്പോർട്സ് എക്യുപ്മെന്റ്. ഇതും പറഞ്ഞു, സ്പോർട്സ് എക്യുപ്മെന്റ് അസറ്റ് ആണ്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സ്പോർട്സ് എക്യുപ്മെന്റ് ഓപ്പണിംഗ് ബാലൻസ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ ഓപ്പണിംഗ് ബാലൻസ് എന്തുണ്ടായിരുന്നു, തന്നിരുന്നു നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ. അതേപോലെ ഇവിടെ എന്തുണ്ട്, പുതുതായിട്ട് ഇയറിന്റെ പകുതി വെച്ചിട്ട് നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, 30,000 രൂപന്റെ പുതുതായിട്ട് വാങ്ങിയതുകൊണ്ട്. ഈ ഡീറ്റെയിൽ ഒക്കെയാണ് നമുക്കുള്ളത്. അതേ ടൈമിൽ നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡിൽ ഇനി വരിക എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഐറ്റംസ് ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡിപ്രീസിയേഷൻ എവിടെ കൊണ്ടുവരണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ നിന്ന് തൽക്കാലം ഒന്ന് ഇവിടെ വാങ്ങിയിട്ട് നമ്മൾ എവിടെ പോവാണ്, നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന്റെ ഏരിയ പോവാണ്. അഡ്ജസ്റ്റ്മെന്റിന്റെ ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത് ഫർണിച്ചർ 12,000 രൂപ ഉണ്ട്, എക്യുപ്മെന്റ് 40,000 രൂപ ഉണ്ട്. ഇതിന് ഡിപ്രീസിയേഷൻ 10% ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതിന്, ഫർണിച്ചറിന്. അതുപോലെ എക്യുപ്മെന്റിന് 20% ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഫർണിച്ചറിന് നമ്മൾ നേരത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഒന്നും കൂടെ എടുത്തു നോക്കുക. ഫർണിച്ചർ പുതുതായിട്ട് ഈ വർഷം ഒന്നും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫർണിച്ചർ എന്താണ്, ഫർണിച്ചർ പഴയ ആ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, അതിൽ ഡിപ്രീസിയേഷൻ എന്താണോ സംഭവിച്ചത് ആ വാല്യൂ എടുത്തിട്ട് ഡിപ്രീസിയേഷൻ കണ്ടാൽ മതി. അങ്ങനെ ഡിപ്രീസിയേഷൻ ഫർണിച്ചറിന്റെ മേലിൽ 10%, അതായത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള 12,000 മേലും 10%. എന്നാൽ അതേ ടൈമിൽ ശ്രദ്ധിക്കുക, സ്പോർട്സ് എക്യുപ്മെന്റ് ഓപ്പണിംഗ് ബാലൻസ് 40,000 രൂപ ഉണ്ട്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ സ്പോർട്സ് എക്യുപ്മെന്റിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 30/6/2013 30,000 രൂപന്റെ ഒരു സ്പോർട്സ് എക്യുപ്മെന്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വാല്യൂ ഒന്ന് ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് ബാലൻസിലുള്ള 40,000 രൂപയും ഇപ്പോൾ ഉള്ള ഈ പുതുതായിട്ട് വാങ്ങിയ 30,000 രൂപയും. ഈ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള 40,000 രൂപ അത് ആ വർഷം ഫുള്ള് ഉപയോഗിച്ചതാണ്.
ഫുൾ നമ്മുടെ അടുത്തുണ്ടായിരുന്നു ആ മെഷീനറി. അതുകൊണ്ട് അതിന് 100%, സോറി, അതായത് 100 ഉദ്ദേശിച്ച് 20% ഫുള്ള് നമ്മൾ എന്ത് ചെയ്യണം, ചാർജ് ചെയ്യണം. 20% ഫുള്ള് 40,000 രൂപക്ക് 20% ഫുൾ ചാർജ് ചെയ്യണം ഡിപ്രീസിയേഷൻ. അതേസമയം പിന്നെ നമ്മുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റ് 30/6/2013 വാങ്ങിയത് എന്ന് പറയുന്നത് നമ്മൾ എത്ര ഉപയോഗിച്ചിട്ടുള്ളൂ, ആ വർഷം ഫുള്ള് ഉപയോഗിച്ചിട്ടില്ല. 30/6 വാങ്ങി, അപ്പം 1/7 മുതലേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് എക്സാക്ട്ലി 6 months ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഫുള്ള് ചാർജ് ചെയ്യാൻ പാടില്ല. ആ 20%-നെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം ഈ മന്തിൻ്റെ ഇടയിൽ. അതുകൊണ്ട് അത് എങ്ങനെ നോക്കാം. ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് എക്യുപ്മെൻറ്റ് 40,000 രൂപ. എൻ്റെ ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ്, ആ ഓപ്പണിംഗ് ബാലൻസ് ഉള്ള 40,000 രൂപയ്ക്ക് 20%. അതുപോലെ 30,000 രൂപ നമ്മൾ അഡീഷണലി വാങ്ങി റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതിന് 20% നമ്മൾ ചാർജ് ചെയ്തു. പക്ഷേ 20% ഒരു വർഷത്തിനാണ്. പക്ഷേ നമ്മൾ ഈ മെഷീന് 6 മാസമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 6/12 അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 6/12 എന്ന് സെപ്പറേറ്റ് കണ്ടു. എന്നിട്ട് 3,000 രൂപ എടുത്തു. ഇതേ ഇൻ കേസ് നമ്മൾ എന്ത് ചെയ്യാണ്, 30%-ലും താഴെയാണ് നമ്മുടെ, 6 മാസത്തിലും താഴെ. ഇനിയിപ്പോൾ 5 മാസം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ, 30,000 × 20% × 5/12 എന്നാണ്ടാവും. അതൊക്കെ നമ്മൾ +1 കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും ഡാറ്റ വെച്ചിട്ട് നമുക്ക് എത്ര കിട്ടി, ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് എക്യുപ്മെൻറ്റ് 8,000 3,000 കൂട്ടിയിട്ട് 11,000, ഫർണിച്ചറിൻ്റെ മേൽ 1,200. ഇത് സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, 1,200. അതുപോലെ സ്പോർട്സ് എക്യുപ്മെൻറ്റ് 11,000 രൂപ. ഇത് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പോവാം, അടുത്ത ഐറ്റം നോക്കാം. അടുത്ത ഐറ്റത്തിനെ പറ്റി എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഡീറ്റെയിൽ എടുത്ത് നോക്കുമ്പോൾ ബാലൻസ് ബ്രോഡൗൺ. ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ, ക്യാഷിൻ്റെ കാര്യമാണ്. ഒന്നുകിൽ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക്. ഇത് നമുക്ക് എന്താണ്, ചിലവോ റെസിപ്റ്റോ ആയിട്ടൊന്നല്ല നമ്മൾ പരിഗണിക്കുക. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് കൊണ്ടുവരിക. ഇത് തന്നെ ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ് വരിക, അല്ലാതെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അതിനൊരു സ്ഥാനമില്ല. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാനുണ്ട്, ഓപ്പണിംഗ് ഇതുണ്ടാക്കാനുണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് എടുക്കേണ്ടതാണ്. ഇപ്പോൾ തൽക്കാലം അത് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് അടുത്ത ഐറ്റം നോക്കുക. സബ്സ്ക്രിപ്ഷൻ ആണ് അടുത്ത ഐറ്റം. സബ്സ്ക്രിപ്ഷന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെസിഫിക്കലി നോട്ട് ചെയ്ത് വെച്ചതാണ്. എന്താണ് അതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്നും കൂടെ നോക്കുക. ആദ്യം സബ്സ്ക്രിപ്ഷൻ്റെ വാല്യൂ 57,500 രൂപയാണ്. ഈ 57,500 രൂപയ്ക്ക് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012 നമുക്ക് എൻഡിൽ നമുക്കുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് വർഷത്തിൻ്റെ ബിഗിനിങ് ആണ്. ആ ബിഗിനിങ്ങിലുള്ള 4,500 രൂപ ഉണ്ട്. അതുപോലെ അറ്റ് ദ എൻഡ് ഓഫ് 2013 നമുക്ക് എന്തുണ്ട്, 6,500 ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ആ 57,500ലേക്ക് എൻഡ് ഓഫ് കറണ്ട് ഇയറിൽ 6,500 ആഡ് ചെയ്യുകയും ബിഗിനിങ്ങിലുള്ള ഔട്ട്സ്റ്റാൻഡിങ്ങിന് എന്ത് ചെയ്യും, ലെസ് ചെയ്യും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഡീറ്റെയിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 57,500, ഔട്ട്സ്റ്റാൻഡിങ് കറണ്ട് ഇയർ ആഡ് ചെയ്തു, ബിഗിനിങ് എന്ത് ചെയ്തു, ലെസ് ചെയ്തു. ഇങ്ങനെ 59,500 നമ്മൾ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത് അടുത്തത് എന്താണ്, അടുത്തത് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ എന്ത് കണ്ടിട്ടില്ല, അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് എടുത്തു പോരാം. അങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഡൊണേഷൻ ഫോർ ജനറൽ പർപ്പസ് ആണ്. ജനറൽ പർപ്പസിന് ഡൊണേഷനെ പറ്റി സ്പെസിഫിക്കലി പറഞ്ഞതുകൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലാണ് ഡൊണേഷൻ എടുക്കുക. ഡൊണേഷൻ സാധാരണഗതിയിൽ സ്പെസിഫിക് പർപ്പസ് എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഇതിനു വേണ്ടി എടുക്കാൻ പാടുള്ളൂ, ലയബിലിറ്റി സൈഡിൽ എടുക്കാൻ പാടുള്ളൂ. ഇതിവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ജനറൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സൈഡിൽ ഇൻകം ആയിട്ട് റെക്കോർഡ് ചെയ്തു വെച്ചു. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ടാണ്. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പം ലയബിലിറ്റി സൈഡിൽ പ്രത്യേകമായിട്ട് റെക്കോർഡ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം മാറ്റി വെക്കുക. ഇതുവരെ നമ്മൾ എടുക്കാത്ത ഐറ്റംസിനൊക്കെ പ്രത്യേകം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. അത് നമുക്ക് ബാലൻസ് ഷീറ്റിലോ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ആവശ്യം വരും. ഓക്കെ. ഇനി നമുക്ക് മിസ്ലേനിയസ് റെസിപ്റ്റ് ആണ്. അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് മിസ്ലേനിയസ് റെസിപ്റ്റ് ഇവിടെ എഴുതുക. അതിനുശേഷം എന്താണ്, സെയിൽ ഓഫ് ഗ്രാസ് ആണ്. അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക.
ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഐറ്റംസുകളൊന്നും എടുക്കാനില്ല എന്നുള്ള വിശ്വാസമാണ്. അതോടുകൂടെ നമ്മൾ എന്ത് ചെയ്തു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഡെബിറ്റ് സൈഡ് ഒന്ന് ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് കണ്ണു പിടിച്ചാൽ തന്നെ മനസ്സിലാവും. ക്രെഡിറ്റ് സൈഡാണ് ഇവിടെ കൂടുതൽ, കാരണം സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് 59,500 വരുന്നുണ്ട്. ഇനി ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ സൈഡ് ഒന്ന് നോക്കിയാൽ തന്നെ അതെ മാക്സിമം 26, 10, 36, 46 ഒരു 50 രൂപൻ്റെ 53 ചില്ലറ അതെന്ത് ചെയ്യുന്നുള്ളൂ വരുന്നുള്ളൂ. ഇവിടെ അപ്പോഴേക്ക് 59, 64 ആ റേഞ്ചിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ടോട്ടൽ വരുന്നത് ക്രെഡിറ്റ് സൈഡിൽ 66,720 വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് എക്സ്പെൻഡിച്ചർ സൈഡിലും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. 66,720 നമ്മൾ റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ബാലൻസ് സർപ്ലസ് എന്ന് പറയുന്നത് എന്താണ്, 66,720 എക്സ്പെൻഡിച്ചർ സൈഡിലുള്ള ബാക്കി എല്ലാ എമൗണ്ടും എന്ത് ചെയ്യുക, കുറയ്ക്കുക. അപ്പം 66,720 മൈനസ് 53,700 ചെയ്ത് കഴിഞ്ഞാൽ 13,20 കിട്ടും. ഇതാണ് എന്ത്, സർപ്ലസ്. ഈ സർപ്ലസ് നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പം 2013 ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് സ്പെസിഫിക്കലി പ്രത്യേകം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അത് നമുക്ക് ഇനിയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് യഥാർത്ഥത്തിൽ 2013 ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ 2013 ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഫണ്ടിനെ പറ്റി ക്വസ്റ്റ്യനിൽ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും എടുത്തു നോക്കുക. ക്യാപിറ്റൽ ഫണ്ടിനെ പറ്റി ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് എന്ത് വേണം, പുതിയ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. 2012 എൻഡ് ചെയ്യുമ്പോഴുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. നേരെ മുൻ വർഷത്തെ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. അങ്ങനെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡാറ്റ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് എടുക്കാനുണ്ടാവും നോക്കുക. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ഒരേ ഒരു ഡാറ്റ എടുക്കാനുള്ളത് അതെന്താണ്, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടല്ലോ, അതായത് ബാലൻസ് ബ്രോഡ് ഓൺ. ഈ വർഷം തുടക്കത്തിലുള്ള ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, കഴിഞ്ഞ വർഷം എൻ്റെ ഇപ്പം ആ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവേണ്ടതാണ് ബാലൻസ് ആണ്. അതുകൊണ്ട് ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, 2012 ഡിസംബറിലുള്ള ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കാണിച്ചു. ഇത് കാണിച്ചതിന് ശേഷം നമുക്ക് ഇനി റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഒന്നുമില്ല. പക്ഷേ അതേ ടൈമിൽ ഇവിടെ 2012 എന്തൊക്കെ ഡാറ്റ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവരാനുള്ളതൊക്കെ കൊണ്ടുവരണം. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 2012 4,500 ഉണ്ട്. അതായത് 4,500 സബ്സ്ക്രിപ്ഷൻ നമുക്ക് എന്താണ് കിട്ടാനുള്ളതാണ്. ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് അതെന്താണ്, അസറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, ഇത് റെക്കോർഡ് ചെയ്തു വെച്ചു. ഇനി അടുത്ത് നോക്കാം, സാലറി ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012 പറഞ്ഞത് എത്രയാണ്, 2,500 ആണ്. ഇത് നമ്മൾ കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, അത് ലയബിലിറ്റി ആണ്. ഈ ലയബിലിറ്റി നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എന്ത് ചെയ്യും, കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. ലയബിലിറ്റി എന്ന് ഹെഡിങ് കൊടുക്കണേ, ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയിരുന്നതാണ്. അങ്ങനെ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് 2012 ഡാറ്റ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, 31 ഡിസംബർ 2012 ഉണ്ടായിരുന്ന ഡാറ്റകൾ പറയുന്നുണ്ട്. അതെന്താണ്, 20,000 രൂപ, 12,000 രൂപ, സ്പോർട്സ് എക്യുപ്മെൻറ്റ് 40,000 രൂപ. ഈ കാര്യങ്ങൾ എന്താ, 2012 31 ഡിസംബറിൽ അന്നത്തെ ഡിപ്രീസിയേഷൻ എല്ലാ കാര്യങ്ങളും ചാർജ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതാണ്. അപ്പോൾ ആ ഡാറ്റകൾ നമ്മൾ 2013 വരുമ്പോൾ ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റും ഡിപ്രീസിയേഷനൊക്കെ ചെയ്യണം. അന്നത്തെ ഡാറ്റ എന്താണ്, നമ്മുടെ അടുത്ത് ഓൾറെഡി ആ എല്ലാ കാര്യങ്ങളും ഡിപ്രീസിയേഷനൊക്കെ കഴിഞ്ഞ ഡാറ്റയാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്. 2012 ഡിസംബർ 31 ഈ ഡാറ്റ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഡാറ്റ അപ്പം അവിടെ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യുക ഇവിടെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫർണിച്ചർ, സ്പോർട്സ് എക്യുപ്മെൻറ്റ്. ഇതോടുകൂടെ ഇനി നമ്മൾ ടോട്ടൽ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അസറ്റ് സൈഡിൽ ഡാറ്റ ഫുള്ളുള്ളൂ. അതുകൊണ്ട് തന്നെ അസറ്റ് സൈഡിൽ ടോട്ടൽ ചെയ്യുമ്പോൾ 80,000 രൂപ ഉണ്ട്. അപ്പോൾ ലയബിലിറ്റി സൈഡും എന്താണ്, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി എന്നാണല്ലോ. അതുകൊണ്ട് എന്താണ്, നമുക്ക് 80,000 രൂപ കിട്ടി. അപ്പോൾ ഇനി ക്യാപിറ്റൽ എങ്ങനെ മനസ്സിലാവുക, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് നമ്മൾ +1 പഠിച്ചതാണല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എന്താണ്, അസറ്റ് മൈനസ് ലയബിലിറ്റി ആണ്. അപ്പോൾ ഈ ടോട്ടൽ അസറ്റ് ആയിട്ടുള്ള 80,000 ലയബിലിറ്റി ആയിട്ട് ഇപ്പോൾ കാണുന്ന 2,500 കുറയ്ക്കുക. ഇനിയിപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കൊന്നും വേണ്ട. ഈ 50,000 തികയാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ബാലൻസ് വേണ്ടത്, ആ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ റെക്കോർഡ് ചെയ്യുക. അങ്ങനെ അതിൻ്റെ പേരാണ് എന്ത്, ക്യാപിറ്റൽ ഫണ്ട്. അത് നിങ്ങൾ സ്പെസിഫിക്കലി ബാലൻസിങ് ഫിഗർ എന്ന് തന്നെ എഴുതി വെക്കുക. പിന്നീട് എടുത്ത് നോക്കുമ്പോൾ ഈ 80,000 ഈ 77,500 എവിടെ നിന്ന് കിട്ടിയെന്ന് തോന്നണ്ട, ബാലൻസിങ് ഫിഗർ ആയിട്ട് എടുത്ത് നമ്മൾ കണ്ടുപിടിച്ചതാണ്.
അതുകൊണ്ട് എന്താണ് ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിച്ചാണ്, ക്വസ്റ്റ്യനിൽ ഇല്ലാത്തതാണ്. ഇതന്നെയാണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പർപ്പസും. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ എമൗണ്ട് ഇവിടെ എടുത്തു വെക്കുക. ഈ എമൗണ്ട് നമുക്ക് ഇനി നമ്മൾ അടുത്തുണ്ടാക്കാൻ പോകുന്ന ബാലൻസ് ഷീറ്റിൽ എന്തുണ്ട് എഴുതാനുണ്ട്, ആവശ്യം വരും. ക്യാപിറ്റൽ ഫണ്ട് അതിലേക്ക് സർപ്ലസ് എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ 2013 ഡിസംബറിൻ്റെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ക്യാപിറ്റൽ ഫണ്ട് അതിലേക്ക് സർപ്ലസ് എത്രയാണോ ആ എമൗണ്ട് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കണം. തൽക്കാലം സർപ്ലസിലേക്ക് വരാം. അതവിടെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചോളി. നമുക്ക് സർപ്ലസ് എന്ത് ചെയ്യാം, എഴുതാം. ഇപ്പോൾ ഇത് ഏതാണ്, നമ്മൾ 31 ഡിസംബറിൻ്റെ ബാലൻസ് ഷീറ്റാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഡാറ്റ എടുക്കാണ്ടോ, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ഇനി എടുക്കാനുള്ളതൊക്കെ ബാലൻസ് ഷീറ്റിലേക്കാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെ എടുത്തു പോവാം. ഫസ്റ്റ് നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് എടുക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ടുള്ള 33,220 നമ്മൾ എന്ത് ചെയ്തു, 33,220 ഈ വർഷത്തിൻ്റെ അവസാനം ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ വർഷം അതെന്ത് ചെയ്യും, ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് അസറ്റ് സൈഡിൽ എന്ത് ചെയ്യും, സ്പെസിഫിക്കലി റെക്കോർഡ് ചെയ്തു വെക്കും. ഇനി അടുത്തത് എന്താ എടുക്കാനുള്ളത് നോക്കാം. അടുത്തത് ഒരു കാര്യം പറയുന്നത് എന്താണ്, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട്. ബിൽഡിംഗ് ഫണ്ടിന് കുറച്ച് ഡൊണേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ലയബിലിറ്റി സൈഡിൽ എഴുതണം. അതും നമ്മൾ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കുറച്ചും കൂടെ ഉണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്ക്രിപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് തീരുമാനിക്കാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അസറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ ഉണ്ട്. അതിനും നമുക്ക് എന്തുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണം. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ബാക്കി ഡാറ്റകളൊന്നും എടുക്കുക. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡിൽ 6,500 പറയുന്നുണ്ട്. അതെന്താണ്, അസറ്റാണ്. ആ 2013 അവസാനമുള്ള സബ്സ്ക്രിപ്ഷൻ കിട്ടാനുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അസറ്റ് സൈഡിൽ പ്രത്യേകം റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് നോക്കുക, സാലറി ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2013 നമ്മൾ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. അതെന്താണ്, ലയബിലിറ്റിയാണ്. അത് ലയബിലിറ്റിയിൽ പ്രത്യേകം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി നമ്മളോട് പറയുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത് 2012 20,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. എന്നാൽ അതേസമയം 2012 ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റിട്ടുണ്ടോ, നമ്മുടെ അടുത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റതായിട്ട് പറയുന്നുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ നോക്കണം, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നോക്കണം. നമ്മൾ പുതുതായിട്ട് വാങ്ങിയതായിട്ട് വല്ലതും പറയുന്നുണ്ടോ, അതുണ്ടോ എന്നും നമ്മൾ എവിടെ നോക്കണം, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നോക്കണം. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പിന്നെ കൂടുതൽ ഇതുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഒന്ന് നോക്കാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അതാ പറയുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് പുതുതായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ ഇൻവെസ്റ്റ്മെൻറ്റിനോട് കൂടെ പുതുതായിട്ട് നമ്മൾ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിന് പിന്നെ ഡിപ്രീസിയേഷൻ ഒന്നും ഉണ്ടാവില്ലല്ലോ. അസറ്റുകൾ ബാക്കിയുള്ള മെഷീനറി പോലെ തന്നെയല്ലേ ഡിപ്രീസിയേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ കൃത്യമായിട്ട് അസറ്റായിട്ട് എന്ത് ചെയ്യും, പഴയ ഓപ്പണിംഗ് ബാലൻസും പ്ലസ് പുതുതായിട്ട് വാങ്ങിയതും കൂട്ടിയിട്ട് നമ്മൾ 45,000 രൂപ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത് നോക്കുക, ഫർണിച്ചറിനെ പറ്റി പറയുന്നത്. ഫർണിച്ചറിനെ പറ്റി നമ്മൾ ബാലൻസ് ഷീറ്റിൽ നോക്കുക. ആദ്യം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുള്ളത് 2012 ഫർണിച്ചർ 12,000 രൂപ ഉണ്ട്. 2012 എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം ബാലൻസ് 12,000 രൂപ ഉണ്ട്. അതേസമയം ഡിപ്രീസിയേഷൻ 10% ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കുക, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഫർണിച്ചർ പുതുതായിട്ട് വാങ്ങുക, ഫർണിച്ചർ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഒന്നും ഡാറ്റ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഫർണിച്ചർ 12,000 ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ബാക്കി എമൗണ്ട് എന്ത് ചെയ്താൽ മതി, റെക്കോർഡ് ചെയ്താൽ മതി. അതിന് ആദ്യം നമ്മൾ ഡിപ്രീസിയേഷൻ എത്ര കണ്ടുവരുത്തിയിരുന്നത്, ആ എക്സ്പെൻഡിച്ചർ സൈഡിൽ ഡിപ്രീസിയേഷൻ നോക്കിയാൽ മതി. 1,200 രൂപ ഉണ്ട്. അപ്പോൾ ഈ ഒരു സാധനം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഫർണിച്ചർ അവിടെ ഓപ്പണിങ്ങിലുള്ള 12,000 അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ബാക്കി എമൗണ്ട് 10,700 ആണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. ശ്രദ്ധിക്കുക, ഡിപ്രീസിയേഷൻ വാല്യൂ മാത്രമേ എവിടെ ചെയ്തുള്ളൂ, എക്സ്പെൻഡിച്ചർ സൈഡിൽ ചെയ്തുള്ളൂ. എന്നാൽ അതേസമയം പിന്നെ ബാലൻസ് ഷീറ്റിൽ വരുമ്പം ഫർണിച്ചറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ലെസ് ചെയ്യുക ഡിപ്രീസിയേഷൻ. ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, എഴുതാനുള്ളത്. ഓക്കെ, ഇനി നമ്മളപ്പോൾ അടുത്ത ഐറ്റം നോക്കുക. അടുത്ത ഐറ്റം പറഞ്ഞ സ്പോർട്സ് എക്യുപ്മെൻറ്റാണ്. സ്പോർട്സ് എക്യുപ്മെൻറ്റിൻ്റെ കാര്യം ഓപ്പണിങ്ങിൽ 40,000 രൂപ ഉണ്ട്. അതേപോലെ ഡിപ്രീസിയേഷൻ 20% നോക്കാനും പറഞ്ഞിട്ടുണ്ട്. ആ 20% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സൈഡ് നോക്കിയാൽ മനസ്സിലാവും. അതേസമയം ലയബിലിറ്റി സൈഡിൽ പറയുന്ന ഒരു കാര്യം എന്താണ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റിൻ്റെ ഡാറ്റ പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പോർട്സ് എക്യുപ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, 30,000 രൂപക്ക് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ സ്പോർട്സ് എക്യുപ്മെൻറ്റ് ഓപ്പണിങ്ങിലുള്ള സ്പോർട്സ് എക്യുപ്മെൻറ്റിനോട് കൂടെ നമ്മൾ പുതുതായിട്ട് വാങ്ങിയത് ആഡ് ചെയ്തിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ എത്രയാണോ അത് കുറച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് നോക്കാം. ഇവിടെയുള്ള ഡിപ്രീസിയേഷൻ എത്ര, 11,000 രൂപയാണ് സ്പോർട്സ് എക്യുപ്മെൻറ്റിൻ്റെ ഡിപ്രീസിയേഷനായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തത്. ഈ 12,200 എന്ന് പറഞ്ഞ ഫർണിച്ചറും ഈ സ്പോർട്സ് എക്യുപ്മെൻറ്റും കൂടെ കൂടിയിട്ടുള്ളതാണ്. സ്പോർട്സ് എക്യുപ്മെൻറ്റിൻ്റെ മാത്രം എത്ര, 11,000 രൂപയാണ്.
അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, സ്പോർട്സ് എക്യുപ്മെൻറ്റിൻ്റെ ഡാറ്റ നോക്കുക. ഓപ്പണിങ്ങിലുള്ള 40,000 രൂപ, പുതുതായിട്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലുള്ള 30,000 രൂപ, ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള 11,000 രൂപ, അങ്ങനെ 59,000 രൂപ നമ്മൾ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചെയ്തൊക്കെ ഞാൻ എൻ്റെ കൂടെ ചെയ്തതിന് ശേഷം നിങ്ങൾ 1, 2, 3 തവണ എന്ത് ചെയ്യണം, റഫായിട്ട് വേറെ ഏതെങ്കിലും പേപ്പറൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടൻസിൻ്റെ ഏറ്റവും കൂടുതലുള്ള പ്രത്യേകത. കൂടുതൽ ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കൂടിയിട്ടുള്ള ഫുൾ ഫ്ലഡ്ജ് ക്വസ്റ്റ്യൻ ആണ്. ഇനിയും നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മളെ ഡാറ്റ കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് ഇനി സർപ്ലസും കൂടെ എടുക്കാനുണ്ട്. തൽക്കാലം നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ പിന്നെ അസറ്റ് സൈഡിലുള്ള ഡീറ്റെയിൽസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ഓക്കെ. അപ്പോൾ എത്ര വന്നിട്ടുണ്ട്? 1,54,250 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ ലയബിലിറ്റി സൈഡും എന്താവണം, അതേപോലെ ആവണം. അതിന് നമ്മൾ റെക്കോർഡ്സ് ഡാറ്റയും കൂടി എടുക്കാനുണ്ട്. ആ ഡാറ്റ എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞു സർപ്ലസ് എടുക്കാൻ പറഞ്ഞിരുന്നു 13,020 രൂപ. ആ എമൗണ്ടും കൂടെ എടുത്ത് നമ്മൾ സർപ്ലസും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ എമൗണ്ട് ഇങ്ങോട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതി കഴിഞ്ഞാൽ പുതിയ ക്യാപിറ്റൽ ഫണ്ട് 90,520 ഈ ക്യാപിറ്റൽ ഫണ്ട് 77,500 എവിടെ നിന്നാണ് കിട്ടിയേ? അത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കണ്ടുപിടിച്ചതിന് എന്തിനാണ്? ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നിന്നാണ് ആ ഡാറ്റ കിട്ടിയത്. അത് നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇനി നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ലയബിലിറ്റി സൈഡും ഈക്വൽ ആണ് അസറ്റ് സൈഡിന് 1,54,520 രൂപ. ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. നമ്മളെല്ലാ ഭാഗവും ക്ലിയർ ആണ്. അതുകൊണ്ടാണ് നമ്മളെ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്തത്, ക്ലിയർ ആയത്. ഇനി നമുക്ക് നമ്മൾ ഇതുവരെ ചെയ്തതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ ഒന്ന് എടുത്തു നോക്കാം. നമ്മൾ ഫസ്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കണ്ടു. അതിൻ്റെ ഡീറ്റെയിൽ ആണ് ലാസ്റ്റ്. സർപ്ലസ് 1,30,020 ഉണ്ട്. അതേപോലെ നമ്മൾ എന്ത് ചെയ്തു, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കണ്ടു. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു കണ്ടത്? ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽ കാണാൻ വേണ്ടിയിട്ട് കണ്ടതാണ് 77,500. ഈ ക്യാപിറ്റൽ ഫണ്ടിൽ 77,500 ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ലാസ്റ്റ് ബാലൻസ് ഷീറ്റും കണ്ടു. ഇതോടുകൂടെ എന്ത് ചെയ്തു, 77,500 ഇങ്ങോട്ട് വന്നു. സർപ്ലസ് ഇങ്ങോട്ട് എടുത്തു. ഡൊണേഷനും സാലറി ഔട്ട്സ്റ്റാൻഡിങ് എടുത്തു. ഇപ്പുറത്തുള്ള എല്ലാ ഡാറ്റകളും എടുത്തു. ഇതോടുകൂടെ നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, ആൻസറോടുകൂടെ കംപ്ലീറ്റ് ചെയ്തു. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ 2 ദിവസത്തേക്ക് ക്ലാസ് എടുക്കൂല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നോട്ട്സ് എനിക്ക് ഷെയർ ചെയ്യുക. ഇത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇനി നമ്മൾ ഏറ്റവും നല്ല നല്ല ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, 3 എണ്ണമെങ്കിലും ചുരുങ്ങിയത് ചെയ്യണം. അത് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഡാറ്റ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അതോടുകൂടെ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലാസ് താല്പര്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഫീഡ്ബാക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. താല്പര്യം ഇനിയും ക്ലാസ്സുകൾ കാണണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. തൽക്കാലം അവസാനിപ്പിക്കുകയാണ്.